എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ആദ്യം കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 നുള്ളു കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തത്. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. തീ ഏറ്റവും കുറച്ച് വേണം വയ്ക്കാനായിട്ട്. ഈ പൊടികളൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്തത്. മുട്ട വരഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതേ കടായിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിലേക്ക് തൈരും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തക്കാളിയുടെ അളവ് ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇപ്പോൾ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ആയപ്പോഴാണ് തൈര് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ചേർത്തത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി ഇരിക്കുന്ന കടായിലേക്ക് തൈര് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പിരിഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു മസാലയായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. 3 മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ മുട്ട ചേർത്ത ശേഷം ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിലൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല രുചിയൂറും മുട്ടക്കറി ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്